എന്താ പേര്? അമൽ. വീട് എവിടെയാ? മലപ്പുറം. മലപ്പുറത്താണ്. പ്രോപ്പർ മലപ്പുറത്താ? പ്രോപ്പർ. ഓക്കെ. ഇപ്പൊ ഇവിടെ മെയ് ലാസ്റ്റിലാണ് ഇവിടെ എത്തിയത് അല്ലെ? സൈലത്തിലെ. നമ്മളിപ്പോ ഇരിക്കുന്നത് എവിടെയാ? ഇപ്പൊ സൈലം ക്യാമ്പസില്. എവിടെ? സൈലത്തിലെ വെസ്റ്റ് ഹിൽ ജെഇ ക്യാമ്പസ്. ശരിയല്ലേ? എത്രയായി ഇവിടെ വന്നിട്ട് ഏകദേശം? ഇപ്പൊ 6 മാസത്തിന്റെ മേലെ. 6 മാസത്തിന് മേലെ അല്ലേ? അപ്പൊ പ്ലസ് ടു പഠിച്ചത് എങ്ങനെയാ? പിന്നെ സ്റ്റേറ്റ് സിലബസ് ആണോ സിബിഎസ് ആണോ? ഞാൻ പ്ലസ് ടു സ്റ്റേറ്റ് സിലബസ് പഠിച്ചത്. പിന്നീട് എങ്ങനെയാ റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയതാണോ? അതെ, ജെഇ റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ വന്നപ്പോൾ കേരളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റിപ്പീറ്റിംഗ് ക്യാമ്പസ് ആണല്ലോ ജെഇക്ക് സൈലം ഓഫർ ചെയ്യുന്നത്. അപ്പോ ജെഇ സൈലം വെസ്റ്റ് ഹിൽ ക്യാമ്പസ് തൊട്ട് തന്നെ ചൂസ് ചെയ്തു. അപ്പൊ ഹൈബ്രിഡ് ആണെന്ന് ആദ്യം അറിയായിരുന്നില്ലേ? അതെ, ഹൈബ്രിഡ് ആയിരുന്നു ആദ്യം. ഹൈബ്രിഡ് സിസ്റ്റത്തിന് മുമ്പ് എവിടെയും കേട്ടിട്ടുണ്ടോ ഹൈബ്രിഡ് സിസ്റ്റത്തെ കുറിച്ച്? ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ സൈലം ആണ് ഹൈബ്രിഡ് സിസ്റ്റം കേരളത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അറിയാം. അതെ, അപ്പൊ സൈലത്തിനോട് ട്രസ്റ്റ് കൊണ്ട് വന്നതാണ്. ട്രസ്റ്റ് കൊണ്ട് വന്നതാണ് അല്ലെ? അപ്പൊ ഇനി എങ്ങനെയുണ്ട് വന്നിട്ട് ഹൈബ്രിഡ് സിസ്റ്റം എങ്ങനെയുണ്ട്? ഹാപ്പി ആണോ മോൻ? ഇതുവരെയായിട്ട് ഹാപ്പി ആണോ? ഇന്നിപ്പോ ഇന്ന് കറക്റ്റ് വീഡിയോ എടുക്കുന്ന ദിവസം നവംബർ 20 അല്ലെ? ഹാപ്പി ആണോ? അതെ, ഹാപ്പിയാണ്. ഏകദേശം ഈ മാസങ്ങളിൽ ഹാപ്പിയാണ്. എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് സിസ്റ്റം നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റുമോ അല്ല നെഗറ്റീവ് ആയിട്ടാണ് കമ്പയർ ചെയ്യാൻ പറ്റുമോ? പോസിറ്റീവ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഓഫ്ലൈനും ഒരു ദിവസം ഓൺലൈനാണ്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഓൺലൈൻ വരാം. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ അന്നത്തെ ടോപ്പിക്സും പോർഷൻസും ഫുള്ള് ക്ലാസ് ഉണ്ടാവും, നമുക്ക് വീഡിയോ ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം പിന്നെ അടുത്ത ദിവസം ഓഫ്ലൈൻ ക്ലാസ് ആണ്. ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സ് ഇവിടുന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് വേറെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും കൂടി ആകുമ്പോൾ റിവിഷനും ആവും. അപ്പോൾ മെയിനായിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സംഭവമാണ് ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ വന്ന് ശരിക്കും പറഞ്ഞാൽ റിവൈസിങ് ആണ് നടക്കുന്നത്. അപ്പോൾ അത്രയും പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഹൈബ്രിഡ് സിസ്റ്റത്തിന് വേറൊരു മെയിനായിട്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ ഇത്ര ക്ലാസ് ഉണ്ടാവും നമുക്ക്. അത് കണ്ടു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ടൈം വരുന്നത് നമുക്ക് ഇപ്പോൾ ജെഇന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ അന്നത്തെ ടോപ്പിക്സ് അന്നത്തെ പോർഷൻസ് ചെയ്ത് പിന്നെ അതിന്റെ PYQ കൂടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുന്ന ടൈമിൽ നമുക്ക് മെയിൻലി ആ ടോപ്പിക്ക് തറവാണ്. അപ്പോൾ അത്രയും അഡ്വാൻറ്റേജ് ആണത്. കാരണം ഇപ്പോൾ ഒരു ഹൈബ്രിഡ് സിസ്റ്റം അല്ലാത്തൊരു സംഭവം ഓഫ്ലൈൻ ക്ലാസ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ അവിടെ നടക്കുന്ന ഡെയിലി ഇന്ന പോർഷൻസ് ഇതാക്കും. അത് നമുക്ക് റിവൈസ് ചെയ്യാൻ ആ ഒരു നൈറ്റേ കിട്ടുള്ളൂ. ഇവിടെ നമുക്കൊരു ഡേ ആൻഡ് ഒരു നൈറ്റ് കിട്ടുക. അപ്പോൾ അത്രയും അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. അതായത് ടൈം കിട്ടും അല്ലെ? നമ്മൾ പൊതുവെ എൻട്രൻസ് കോച്ചിങ് ഇൻഡസ്ട്രിയിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പഠിക്കാൻ ടൈമില്ല. ക്ലാസ് ഒരുപാട് കിട്ടും അല്ലെ? രാവിലെ ചിലപ്പോൾ 8 മുതൽ രാത്രി 7 മണി വരെ ക്ലാസ് കിട്ടും. പക്ഷെ കാരണം ജെഇ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ മാക്സിമം 7 മാസമൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫേസിലേക്ക് കിട്ടുക. അപ്പോൾ പിന്നെ ഒരുപാട് ക്ലാസ് കിട്ടും. പക്ഷെ അത് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പഠിക്കാനുള്ള ടൈം കിട്ടില്ല. അതിനേറ്റവും ഇതാണ് അല്ലെ? പിന്നെ വേറൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ ഒരു എയറിലൊരു സംസാരമുണ്ട്. നമ്മളിപ്പം ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് പിന്നെ നമ്മൾ പരസ്പരം സംസാരിച്ചപ്പോഴും മുമ്പ് പറഞ്ഞ കാര്യമായിരുന്നു. പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് മാത്സ് മുമ്പ് റിപ്പീറ്റ് ചെയ്ത ആൾക്കാർ അല്ലെ? പിന്നെ മാത്സ് പഠിക്കേണ്ട ജെഇക്ക് അല്ലെ? അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടോ മാത്സ് പഠിക്കണം തോന്നുന്നുണ്ടോ? അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സാധാരണ ജെഇ എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ ഒരു സംസാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് മെയിൻ ആയിട്ട് വെയിറ്റേജ് കൊടുത്തിട്ട് മാത്സ് അധികം നോക്കണ്ട, മാത്സ് നോക്കിയാലും കിട്ടില്ല എന്നൊരു രീതിയിലാണ് എല്ലാവരും സംസാരിക്കുക. അപ്പോൾ അതും എന്റെ മൈൻഡിലും ചെറുതായിട്ട് അത് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് എന്താ മനസ്സിലായി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ DPPs പറ്റി പറയാനാണെങ്കിൽ ഇപ്പൊ മാത്സിന്റെ DPP ഒക്കെ എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ടൈപ്പ് പാക്ഡ് DPP ലൈക്ക് അതിൽ വരുന്ന കണ്ടന്റ്സ് ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ഹാർഡ് ടോപ്പിക് ആണെങ്കിലും നമുക്കത് മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കാണ്. അതിലെങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ്? ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പറയുന്നത് NCERT ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ NCERT എക്സംപ്ലർ എന്ന് പറയും. അതിനുശേഷം പിന്നെ കീം ഉണ്ട്, പിന്നെ ജെഇ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ ജെഇ അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസും ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പഠിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റും അല്ലെ? ഇപ്പൊ എങ്ങനെയാ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എന്നെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ സ്റ്റേറ്റിലാണ് പഠിച്ചത്. അപ്പോ സ്റ്റേറ്റിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ബോർഡ്സിനൊക്കെ ആണെങ്കിലും നമുക്ക് അതായത് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതായത് ഈ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ പൊതുവെ കുറച്ച് കുറവായിരിക്കും. അതെ, കാൽക്കുലേറ്റർ ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കുറവായിരിക്കും. ബട്ട് ഇവിടെ വന്നതിന് ശേഷം മൊത്തത്തിൽ മാറി.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പോ ക്വസ്റ്റ്യൻസിനെ കാണുന്ന രീതിയും ഫ്രെയിം ചെയ്യുന്ന രീതിയും ഒക്കെ ഫുൾ ആയിട്ട് മാറും. കാരണം നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വരും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് എന്ന DPPC ഞാൻ പറഞ്ഞല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ചെയ്യുന്ന ടൈമില് JEE ക്വസ്റ്റ്യൻസ് ആണെന്ന് ഇതുപോലും നമുക്ക് ചിലപ്പോൾ തോന്നാത്ത രീതിയിൽ, കാരണം നമുക്ക് ചെയ്ത് അത്രയ്ക്കും ഇതാവും, അത്രയ്ക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം അല്ലെ. അല്ലെ സാധാരണ നമ്മൾക്ക് പക്ക ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ എന്താ ടീച്ചേഴ്സിന്റെ വൺ മാൻ ഷോ കണ്ടിട്ട് പോവാന്നുള്ളതാണ് റെഡി അല്ലേ. ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്ന അല്ലേ. ഇനി മക്കളെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈബ്രിഡ് സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് കുട്ടികൾ കറക്റ്റ് അറിയണം അല്ലേ. കാരണം നമ്മൾ എത്ര അടിപൊളി സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ സയന്റിഫിക് മെത്തേഡിൽ യൂസ് ചെയ്താലാണ് നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എന്തായിരിക്കും ഒരു 7 മാസത്തോളം അല്ലെ 6-7 മാസത്തോളം ഹൈബ്രിഡ് യൂസ് ചെയ്ത് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എങ്ങനെയായിരിക്കും അത് സയന്റിഫിക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? അതായത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് കാണുന്ന സമയത്ത് എന്താ നമുക്ക് DPPC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ DPPCയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിന് കാണുന്നതിന്റെ ഒപ്പം ചെയ്തു പോവാം. അതായത് ഓൺലൈൻ സിനിമ കാണുന്ന കാണാതെ വെറുതെ കണ്ടുപോകാതെ നമ്മൾ അവർ പറയുന്ന ഒപ്പം ചെയ്തു പോവാം. അപ്പോ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺ ആയിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ സാറ് ചിലപ്പോൾ പറയുന്നതിന് മുമ്പ് നമുക്ക് അത് കൺസെപ്റ്റ് മനസ്സിലായ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ അത് ചെയ്യുന്ന ടൈമിൽ നമുക്കും കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ആണ്. ഇനി അഥവാ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഡൗൺ ആവല്ലാണ്, നമുക്ക് പിന്നെയും ക്യൂരിയസ് ആവുകയാണ്. കാരണം അടുത്ത ദിവസം നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അപ്പൊ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നിട്ട് നമ്മൾ ഓഫ്ലൈൻ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാം അല്ലെ. നമ്മൾ DPP എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓഫ്ലൈൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓൺലൈൻ ക്വസ്റ്റ്യൻസ് സൊല്യൂഷൻ അതിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഓഫ്ലൈൻ കൂടി നമ്മൾ എന്താക്കാം ട്രൈ ചെയ്യാം. അപ്പൊ ട്രൈ ചെയ്തിട്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് വരാം, പിന്നെ ഇതിലേക്ക് വരാം. അപ്പം ക്യൂരിയസ് ആവും. ഓക്കെ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ ഇതേപോലെ തന്നെ, അതായത് നമ്മൾ ഇന്നലെ പഠിച്ച കൺസെപ്റ്റ് തന്നെ ഇവിടെ റിവൈസ് ആണല്ലോ. അപ്പോ എന്താ ഇപ്പോ സാറ് ഒരു ക്വസ്റ്റ്യൻ ബോർഡിൽ ചെയ്യുവാണെങ്കിൽ തന്നെ എന്താ ആ ക്വസ്റ്റ്യന് ഇപ്പോ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് DPPCയിലെ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ഓർഡർ തന്നിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ സോൾവ് ചെയ്ത് വെച്ച് നോക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് ഒരു സയന്റിഫിക് മെത്തേഡ് അല്ലേ. അപ്പൊ ഇനി ഒരാൾ മോനോട് ചോദിക്കുകയാണ് ഏത് സിസ്റ്റം വേണം, അതായത് പ്യുവർ ഓഫ്ലൈൻ വേണോ അല്ല ഹൈബ്രിഡ് സിസ്റ്റം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോന് എന്താണ് ഉത്തരം പറയാ? ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയാം. വൈ? എന്തുകൊണ്ടാ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഹൈബ്രിഡ് സിസ്റ്റം പറഞ്ഞാൽ പുതിയൊരു സിസ്റ്റമാണ്, അധികം ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത സിസ്റ്റമാണ്. കേരളത്തിൽ തന്നെ സൈലം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റമാണ്. അപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് സിസ്റ്റം പറഞ്ഞ സമയത്ത് ഈ പുതിയൊരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇപ്പോൾ ചെറിയ പേടി ഉണ്ടാവും. കാരണം ഇത് വർക്ക്ഔട്ട് ആവോ ഇല്ലേ എന്നൊരു പേടി ഉണ്ടാവും. ഇപ്പൊ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ എന്താ ഇപ്പോ മുന്നോട്ട് വരുന്നുള്ളൂ. ഇപ്പോ എന്താ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് കേൾക്കുമ്പോൾ അതെ പുതിയൊരു സംഭവം ഒരു പ്രോഗ്രസീവ് ആൾക്കാരും മാത്രമേ എന്താ ഉള്ളൂ മുന്നോട്ടേക്ക് വരുള്ളൂ. അങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് ഒരാളെ എന്നെ മുമ്പിലിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പോ എന്താ ഇനിയിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ ഇനി നമ്മളെ ഫീഡ്ബാക്കിനനുസരിച്ച് വരാം. അപ്പൊ ഞാൻ ഇത്രയോടെ പഠിച്ചിട്ട് എനിക്ക് ഹൈബ്രിഡ് ഓർത്തിട്ടാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ 2 തരത്തിലുള്ള ആൾക്കാരെ, പുതിയ സിസ്റ്റം വന്നാൽ അല്ല പുതിയൊരു സംഭവം വന്നു കഴിഞ്ഞാല് അത് ചാടിക്കറി എടുക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. പിന്നെ ഫീഡ്ബാക്ക് കേട്ടിട്ട് എടുക്കാം. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഫീഡ്ബാക്ക് കേട്ട് വരേണ്ട ആൾക്കാരാണ് ശരിയല്ലേ. അപ്പൊ അവരോട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം. യെസ്, കാരണം വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മോൻ പറഞ്ഞ സംഭവം. ഓക്കെ. അപ്പൊ എനിവേ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇനിയും കാണണം, ഇനി നമുക്ക് റിസൾട്ട് ഒക്കെ വന്നിട്ട് നല്ല പെർസെന്റേജ് കാണിച്ചാൽ നമ്മൾ വീണ്ടും കാണും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.